ഡിയേഴ്സ്, ഇന്ന് നമ്മൾ സിറ്റിയിലോട്ട് പോകാൻ ഇറങ്ങിയതാട്ടോ. എല്ലാരും റെഡിയായി ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ സിറ്റിയിലെത്തിയപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല വിശപ്പ്. അപ്പൊ പിന്നെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. കുറേ നാളായിട്ട് മനസ്സിൽ വിചാരിക്കുന്നതാണ് ആ റെസ്റ്റോറൻറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതാണ് നമ്മുടെ കിഷോറേട്ടന്റെ അമ്മ വീട്. അപ്പോ ഞങ്ങൾ ഇന്നത്തെ ഊണ് ഇവിടെ നിന്നാവാന്ന് കരുതി. പേര് പോലെ തന്നെ ഒറ്റ നോട്ടത്തിലൊരു വീട്. അകത്ത് കയറിയപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. മെനുവും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സ്വാഗതവും അമ്മ വീടെന്ന പേരും. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അകത്തോട്ട് കയറി. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ളത്. ഇവിടുത്തെ മീൻ പൊളിച്ചതിനെ പറ്റി ഒരുപാട് പേര് റിവ്യൂ ചെയ്യുന്നത് ഞങ്ങളും കണ്ടിട്ടുണ്ട്. ഇനി അവരുടെ കിച്ചണിലോട്ടൊന്ന് പോയാലോ. ചെമ്പല് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഓർഡർ വന്നതിൻ്റെ എല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ ലൈവാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തത്. എല്ലാം ലൈവ് ചെയ്യുന്നത്. എല്ലാം ലൈവ് നമ്മൾ ചെയ്ത് ഓർഡർ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ സിറ്റുവേഷൻ നമ്മൾ ഓർഡർ അനുസരിച്ച് നമ്മൾ ലൈവായിട്ട് എടുത്ത് ചെയ്ത് കൊടുക്കും. ട്രൈ ചെയ്യുന്നല്ലേ? ഇതിന് എത്ര ടൈം എടുക്കുമായിരിക്കും? മാക്സിമം ഒരു 12 മിനിറ്റാണ് എടുക്കുന്നത്. ഫ്രൈ ആണെങ്കിൽ മാക്സിമം 10 മിനിറ്റ്, പൊള്ളിച്ച് കഴിഞ്ഞാൽ 12 മിനിറ്റ്. നമ്മൾ മസാല വെച്ച് വാഴയിൽ പൊള്ളിക്കുന്നതിന് ഇത് ചെമ്പല്ലി, ഇത് ഹമ്മൂർ. അത് കുറച്ചുകൂടെ തിക്നെസ് ആണ്, കുറച്ച് പരന്നത്. ഈ മസാല ഇട്ടിട്ട് പൊള്ളിച്ചെടുക്കും അല്ലേ? ഇതിൽ മസാല ഇട്ടിട്ട് പൊള്ളിച്ചെടുക്കും. വാഴയിലും മസാല, ഇതാണ് മസാല. ഇതിൽ നമ്മൾ കുറച്ച് പെപ്പർ ആഡ് ചെയ്യും. സ്പൈസി കൂടുതലായി കൂട്ടി ചെയ്യും. നോർമലാണെങ്കിൽ നോർമൽ. ഹമ്മൂറിന്ന് ഒറ്റ സൈസ് മാത്രമേ വരുന്നുള്ളൂ. ചെമ്പല്ലി നമുക്ക് ഡിഫറൻസ്. ഇപ്പോൾ ഇന്നുള്ളത് 800-500 വരുന്നത് ഫ്രൈഡ്. പിന്നെ വരുമ്പോൾ നമുക്ക് 1200, 1300, അത് 1 kg മേലേക്ക് വരും. അപ്പോൾ ഒരു ഒറ്റയ്ക്ക് 2 പേരും 3 പേർക്കും കഴിക്കണം. അവര് പറയുന്നതെല്ലാം കേട്ടും കണ്ടു നിന്ന ഇച്ചായൻ ലാസ്റ്റ് നമുക്ക് വേണ്ടി വാഴയിലെ പൊള്ളിച്ചൊരു ഹമൂറ് തന്നെ പറഞ്ഞു കേട്ടോ. 4 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹമൂറ്. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി. കിച്ചണിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ അടിപൊളി ഒരു സ്പോട്ട്. ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ടേബിളിലേക്ക് വന്നപ്പോൾ ടേബിളിൽ മൊത്തം കറികൾ. എന്നാ പിന്നെ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. വിത്ത് കഞ്ഞിവെള്ളം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായി. ഏനു ബേബി അതിനു മുന്നേ കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചു തുടങ്ങി കേട്ടോ. അവന്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ ഈ കഞ്ഞിവെള്ളം. വീട്ടിലാണെങ്കിലും ഒത്തിരി കുടിക്കും ആള്. അപ്പോ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ ഇല ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇല ഇട്ട് ആദ്യം തന്നെ അവരുടെ കറികൾ വിളമ്പി. ഫിഷ് വരുന്നതിന് മുന്നേ ഇല ആദ്യം നിറച്ചവര്. വിളമ്പിയ കറികളെ കുറിച്ചൊന്നും മോശം പറയാനൊന്നുമില്ല. ഒരു വീട്ടിലെ ഫുഡ് എങ്ങനെയോ അങ്ങനെ തന്നെ. വിളമ്പുന്ന ആള് സന്തോഷത്തോടും സ്നേഹത്തോടും ആണ് ആ ഫുഡ് വിളമ്പുന്നതെങ്കിൽ കഴിക്കുന്നവരുടെ മനസ്സ് നിറയുമെന്നാണ് കേട്ടിട്ടുള്ളത്. ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ കസ്റ്റമർ സർവീസ് ആട്ടോ. അടിപൊളിയായിരുന്നു ആ പുള്ളിക്കാരൻ. നമ്മൾ പറഞ്ഞ ഓരോ ഐറ്റംസ് എത്തി തുടങ്ങി. ആദ്യം വന്നത് പ്രോൺസ് ആണ്. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞ ഹമൂറും. എന്നാ പിന്നെ അതിന്റെ പൊതി ഒഴിച്ചൊന്ന് കണ്ടാലോ. ആ മീനിന്റെ പൊതിയൊന്നും അഴിച്ചപ്പത്തും നമുക്ക് അടിച്ചൊരു മണമുണ്ട്. എന്റെ കർത്താവേ, അതൊരു രക്ഷയില്ല കേട്ടോ. നല്ല മണമായിരുന്നു. അതുപോലെ തന്നെ മസാലയും നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ഫുഡും. ലാസ്റ്റ് നമ്മളൊരു ലെമൺ ജ്യൂസും കുടിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ബില്ല് കണ്ടപ്പോൾ എനിക്ക് ലാസ്റ്റ് ഒരു കാര്യം മനസ്സിലായി. സാധാരണക്കാർക്കും ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരിടം തന്നെയാണ് കിഷോറേട്ടന്റെ അമ്മ വീട്. അപ്പോ ട്രിവാൻഡ്രത്ത് വരുന്നവര് ഒന്ന് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. ബൈ.